ശ്രീ ഡി സുരേഷ് കുമാർ, ഇവിടെ ഈ മാരകമായ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്ന പത്മകുമാറിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല എന്ന കാര്യം ഒരു കാക്കത്തൊള്ളായിരം നമ്മൾ ചോദിച്ചതാണ്. അതിന് ഒരേ മറുപടി കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞതുമാണ്. അതാർക്കും ബോധ്യപ്പെടാത്ത മറുപടി. അതവിടെ നിൽക്കട്ടെ. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ മുരാരി ബാബു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹം പുറത്തേക്ക് പോയി. ഇന്ന് സുരേഷ് കുമാർ ഈ കേസിൽ ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന് SIT കണ്ടെത്തിയ പ്രതിയാണ്. ആ പ്രതി കൂടി പുറത്തേക്ക് പോയി. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവിൽ ഹൈ ലെവൽ ഗൂഢാലോചനയെപ്പറ്റി കോടതി പറഞ്ഞതാണ്. അന്ന് അഞ്ചോളം പ്രതികൾ റഡാറിലുണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളൊക്കെ കരുതിയത് എന്താണ്? അറസ്റ്റിലേക്ക് പോകാൻ പോകുന്നു. ഒരു തരിമ്പ് പോലും അന്വേഷണം അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാത്തതിൽ അങ്ങയുടെ ധാരണ എന്താണ് ശ്രീ സുരേഷ് കുമാർ? ഹാഷ്മി, തുടർച്ചയായി ഒരേ ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് തുടർച്ചയായി ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടി വരുന്നത്. ഞാനും അങ്ങയും തമ്മിൽ ഒരു തർക്കമായി ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഉള്ളടക്കമുണ്ട്. ഭരിക്കുന്നവർ എന്നുള്ള നിലയിൽ CPM-നും ഇടതുപക്ഷത്തിനും ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഞാനെന്നല്ല, അതുകൊണ്ടാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നത്. അതിൽ ഞങ്ങൾ വിമർശന വിധേയരുമാണ്. ഞാനത് തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ ആരോപണം രാഷ്ട്രീയമാണെങ്കിൽ വസന്ത് സിറിയക്കിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങളും പുണ്യാളന്മാരല്ല. അതാണ് പ്രശ്നം. അവിടെ ഒരു വളരെ കാതലായിട്ടുള്ള ചില വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾക്ക് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ, മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളും ചോദ്യങ്ങളുടെയും സംശയത്തിൻ്റെയും മുൾമുനയിലാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. ഒരു ആരോപണത്തിന് പ്രത്യാരോപണം എന്നുള്ള നിലയിൽ ഇതിനെ കൺസിഡർ ചെയ്യരുത്. മറിച്ച് നിഷ്പക്ഷമായി ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സമൂഹം നമുക്ക് മുന്നിലുണ്ട്. ആ സമൂഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം, നിങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിക്കുന്ന ആരോപണങ്ങൾ അതേ രൂപത്തിൽ നഖമില്ലാത്തവന് നേരെ വിരലില്ലാത്തവനോ കൈയില്ലാത്തവനോ തിരിക്കുന്ന ആരോപണമായി മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. ഇവിടെ ചോദിച്ച കുറച്ച് ചോദ്യമുണ്ട്. ബാഹ്യ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ഞങ്ങളാരും സർട്ടിഫൈ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ ഒരു ഘട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മേൽ ബാഹ്യ സമ്മർദ്ദമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ ഇക്കാര്യത്തിൽ വലിച്ചിഴക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ, അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം വളരെ കൃത്യമായി വാക്കുകളുടെ ക്രൂരമ്പ് കൊണ്ട് തന്നെ പേമാരി പോലെ പെയ്തിറങ്ങുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലേശം പിടിവള്ളി കിട്ടിയാൽ അവരേത് രൂപത്തിലായിരിക്കും ആക്രമിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. പിന്നെ കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്താം. അത് വസന്ത് സിറിയക്ക് മുതൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വരെയുള്ള ആളുകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒരു വേള ഈ ദേവസ്വം ബെഞ്ചിനെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. അത് നമുക്ക് അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 MLA-മാർ നടത്തുന്ന സമരം, ആ സമരത്തെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നിയമസഭാ സാമാജികരായിട്ടുള്ള 2 ആളുകളെ നിയമസഭയ്ക്ക് മുന്നിൽ നിങ്ങൾ സമരം നടത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് മാധ്യമപ്രവർത്തകർ, ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ല, ഞങ്ങളുടെ ആകുലതകളല്ല, ഞങ്ങളുടെ സംശയങ്ങളല്ല, ഇടതുപക്ഷത്തിൻ്റെ ആകുലതകളായോ ഇടതുപക്ഷത്തിൻ്റെ സംശയങ്ങളായോ അതിനെ നിങ്ങൾ കാണേണ്ടെന്ന കാര്യമില്ല. മാധ്യമപ്രവർത്തകർ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ഒരു നീതിയും നിർവഹണവും നടക്കുന്ന ഈ നാട്ടിൽ യുക്തിസഹജമായി മറുപടി പറയേണ്ട ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനുമുണ്ട്. അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ 2 MLA-മാരെ അവിടെ വഴിപാട് സമരം നടത്തുമ്പോൾ ആ സമരം നടത്തുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങളോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പ്രസക്തമായ മറുപടി കേരളത്തിൻ്റെ പൊതു സമൂഹത്തെ നോക്കി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് സംബന്ധിച്ച് ഹാഷ്മി ചോദിച്ച വളരെ റെലവൻറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഞാനത് വളരെ ആവർത്തിച്ച് തന്നെ പല ഘട്ടങ്ങൾ മറുപടി പറഞ്ഞതാണ്. ഇത് ഈ അന്വേഷണം എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളിലേക്ക്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേവലമായിട്ടുള്ള നമ്മൾ കാണുന്ന പ്രതികളും അല്ലെങ്കിൽ സ്ഥിരമായി നമ്മളൊരു കേസിനെ സംബന്ധിച്ചുള്ള വീക്ഷണവുമല്ല, ഇതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഈ കേസിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായും അത് അന്വേഷണ തെളിവായിരുന്നാലും ശരി,
കുറ്റപത്രത്തിൻ്റെ വ്യാപ്തിയായിരുന്നാലും ശരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാതെ ഞാൻ ഏതെങ്കിലും ആധികാരികമായ തെളിവിൻ്റെ പിൻബലത്തിൽ പറയുന്നതല്ല. മാധ്യമങ്ങൾ തന്നെ പല കുറി റിപ്പോർട്ട് ചെയ്തതാണ്, നിയമവിദഗ്ധർ പലപ്പോഴും പറഞ്ഞതാണ്. നമുക്കറിയാം ഈ VSSC-യിലൊക്കെ ഉൾപ്പെടെയുള്ള പരിശോധന റിപ്പോർട്ട് അത് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. അതിന് എന്ന് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ കുറ്റപത്രം കിട്ടാൻ വൈകുന്നത് കേസന്വേഷണത്തിന്റെ ബലത്തെ ബാധിക്കുമെന്നാണ് ചോദ്യം. ഞാൻ അങ്ങനെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.